എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ടുഡേ ക്വസ്. ഇന്ന് ഓഗസ്റ്റ് 2. എന്താ പ്രത്യേകത എന്നറിയോ? ഗുരുവായൂരിൽ വെർച്വൽ ക്യൂ ആരംഭിക്കുന്നു. വെർച്വൽ ക്യൂ എന്താണെന്ന് അറിയോ? അറിയില്ല. അപ്പം വെർച്വൽ ക്യൂവിനെ കുറിച്ചാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ. അപ്പം വെർച്വൽ ക്യൂ എന്താണെന്നും അത് എങ്ങനെ ബുക്ക് ചെയ്യാമെന്നും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ്. ഒരുപാട് ആളുകൾക്ക് ഇത് അറിയാം, പക്ഷെ അറിയാത്ത കുറച്ച് ആളുകൾ, ഇവളെ പോലത്തെ കുറച്ച് ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഗുരുവായൂർ വെർച്വൽ ക്യൂ എന്താണ്, എങ്ങനെ എടുക്കാം, ഭക്തർക്ക് ഏറ്റവും വലിയ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ പലർക്കും സംശയമാണ് അല്ലേ. ഒരുപാട് വീഡിയോസുകൾ പുറത്ത് വന്നിട്ടുണ്ട്, പലരും അത് കണ്ടിട്ടുണ്ട്. എങ്കിലും കാണാത്ത ആളുകൾ ഉണ്ടാവുമല്ലോ. ഇപ്പം ഇയാൾ പറഞ്ഞ പോലെ ഓഗസ്റ്റ് 2 അല്ല കേട്ടോ, ഓഗസ്റ്റ് 4 ഇത് പ്രാബല്യത്തിൽ വരുന്നത്. ഗുരുവായൂരപ്പനെ കാണാൻ പോകുന്ന ഓരോ ഭക്തരും നിർബന്ധമായും അറിയേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലേ വെർച്വൽ ക്യൂ. പലർക്കും ഈ പേര് കേട്ടിട്ടുണ്ടെങ്കിലും അതങ്ങനെ ബുക്ക് ചെയ്യാമെന്നൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. എന്താണ് വെർച്വൽ ക്യൂ എന്ന് നോക്കാം നമുക്ക്. വെർച്വൽ ക്യൂ എന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനായി മുൻകൂട്ടി ഓൺലൈനിലൂടെ സമയം ബുക്ക് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അതായത് ക്ഷേത്രത്തിലെത്തിയ ശേഷം മണിക്കൂറുകളോളം വരിയിൽ നിൽക്കാതെ നിങ്ങൾക്ക് അനുവദിച്ച സമയത്ത് ക്ഷേത്രത്തിലെത്തി ദർശനത്തിനായി പ്രവേശിക്കാം. നമുക്കിതെങ്ങനെ ബുക്ക് ചെയ്യാൻ നോക്കിയാലോ? ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിലോ മൊബൈൽ സൗകര്യത്തിലോ കയറി നമുക്ക് ഇത് ചെയ്യാം. ദർശന തീയതി തിരഞ്ഞെടുക്കുക, ലഭ്യമായ സമയ സ്ലോട്ട് തിരഞ്ഞെടുക്കുക, ആവശ്യമായ വിവരങ്ങളൊക്കെ നൽകുക, ബുക്കിംഗ് പൂർത്തിയാക്കുക. ലഭിക്കുന്ന QR കോഡോ ബുക്കിംഗ് വിവരമോ ഫോണിൽ സൂക്ഷിക്കുകയോ പ്രിൻ്റ് എടുക്കുകയോ ചെയ്യുക. ശേഷം അനുവദിച്ച സമയത്തിന് അല്പം മുമ്പ് ക്ഷേത്രത്തിൽ എത്തിയാൽ മതി. വെർച്വൽ ക്യൂയുടെ പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണ്? മണിക്കൂറുകളോളം ക്യൂവിൽ നിൽക്കേണ്ടതില്ല. വയോധികർക്കും കുട്ടികളുമായി വരുന്ന കുടുംബങ്ങൾക്കും വലിയൊരാശ്വാസം തന്നെയാണ്. തിരക്ക് നിയന്ത്രിക്കാൻ ക്ഷേത്രത്തിനും എളുപ്പമായിരിക്കും. ഉന്തും തള്ളൊക്കെ കുറയും. എല്ലാവർക്കും കൂടുതൽ ശാന്തമായ അന്തരീക്ഷത്തിൽ ദർശനം നടത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഗുരുവായൂരപ്പനെ കാണാൻ പോകുന്നവർക്ക് കഴിയുന്നത്ര വെർച്വൽ ക്യൂ ഉപയോഗിക്കാൻ ഞാൻ നിർദ്ദേശിക്കും. ഇനിയൊരു ഭക്ത എന്ന നിലയിൽ പറയാനുള്ള ചെറിയൊരു അപേക്ഷയാണ്. ഗുരുവായൂരിൽ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത് നമുക്ക് എവിടെയാണ്? ശ്രീകോവിലിനടുത്ത് തന്നെയല്ലേ. അവിടെ ഭഗവാനെ ഒരു നിമിഷമെങ്കിലും മനസ്സും നിറഞ്ഞ് കാണണമെന്നാണ് ഓരോ ഭക്തന്റെയും ആഗ്രഹം. പക്ഷെ പലപ്പോഴും പിന്നിൽ നിന്നുള്ള തിരക്കും ഒന്നും തള്ളും കാരണം പലരും വീഴുന്നുണ്ട്. ഭഗവാനെ ശരിക്കും തൊഴാനോ ഒന്നും കഴിയാതെ വിഷമത്തോടെയാണ് എല്ലാവരും തിരിച്ചു പോകാറ് അല്ലെ. ഒരുപാട് പ്രാവശ്യം അങ്ങനത്തെ കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്ന ഒരു ചെറിയൊരു കാര്യം ഞാൻ പറയുകയാണെ. ശ്രീകോവിലിന് ഏറ്റവും അടുത്തുള്ള ഭാഗത്ത് 2 സുരക്ഷാ ജീവനക്കാർ നിന്നുകൊണ്ട് ഒരേ സമയം കൂടുതൽ ആളുകളെ തള്ളിവിടാതെ ഓരോ ചെറിയ ഗ്രൂപ്പുകളായി 2-3 സെക്കൻഡ് ഇടവിട്ട് പ്രവേശിപ്പിച്ചാൽ എങ്ങനെയിരിക്കും? നല്ലൊരു കാര്യമല്ലേ? അങ്ങനെ ചെയ്താൽ ആരും അധിക സമയം നിൽക്കുകയില്ല. പക്ഷെ ഓരോ ഭക്തനും ഭഗവാനെ ഒരു നിമിഷമെങ്കിലും മനസ്സ് നിറഞ്ഞൊന്ന് കാണാൻ കഴിയും. ഉന്തും തള്ളൊക്കെ കുറയും. കുട്ടികൾക്കും വയോധികർക്കും സുരക്ഷിതമാവും. ഭക്തരുടെ മനസ്സിൽ കൂടുതൽ സംതൃപ്തി ഉണ്ടാവും. ഇതൊരു വിമർശനമൊന്നും അല്ലാട്ടോ. ഗുരുവായൂരപ്പനോടുള്ള സ്നേഹവും ഭക്തരോടുള്ള കരുതലും കൊണ്ടുള്ള ഒരു ചെറിയ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. കാരണം ക്ഷേത്രത്തിൽ എത്തുന്ന ഓരോ ഭക്തനും ആഗ്രഹിക്കുന്നത് ഒന്ന് മാത്രമാണ്, ഗുരുവായൂരപ്പനെ ഒരു നിമിഷമെങ്കിലും മനസ്സ് നിറഞ്ഞൊന്ന് കാണണമെന്ന് അല്ലേ. ആ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ. ഈ അഭിപ്രായത്തോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കൂ. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യൂ. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഓം നമോ നാരായണായ.